ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് ശരിയാക്കാൻ വന്ന ഫോൺ റെഡ്മി 9A എന്നൊരു മോഡലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ മൊത്തം വണ്ടിയുടെ താഴെ പെട്ടിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഫ്രെയിമും ചെറുതായിട്ട് ബെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഏകദേശം നല്ലൊരു പൊട്ടൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഫ്രെയിമും കാര്യങ്ങളും ഏകദേശം പോയിട്ടുമുണ്ട്. നമുക്കിനി എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റുമ്പോൾ ഫ്രെയിമും കൂടി ഒന്ന് ചെറുതായിട്ട് ബെൻഡ് നിൽക്കേണ്ടി വരും. കാരണം ബെൻഡ് ചെറുതായിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ പിന്നീട് കസ്റ്റമർ ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും ഡിസ്പ്ലേ പോരാനുള്ള സാധ്യത ഉണ്ടാവും. നമ്മൾ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെറുതായിട്ട് ബെൻഡ് നിർക്കാൻ വേണ്ടി നോക്കും. ഏറ്റവും ആദ്യം നമ്മൾ അതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം ഡിസ്പ്ലേ നല്ല ഒരു പൊട്ടൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. വണ്ടിയുടെ അടിയിൽ പെട്ടതല്ല, അപ്പോൾ നല്ല പൊട്ടൽ വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. അങ്ങനെ അതിലുള്ള എല്ലാ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൊട്ടിയ ഡിസ്പ്ലേയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കണം. അതിനായിട്ട് ഞാൻ മദർ ബോർഡും കാര്യങ്ങളൊക്കെ ഫ്രെയിമിൽ നിന്ന് വേർപിരിച്ചിട്ട് ഇനി നമുക്ക് അതിൻ്റെ പൊട്ടിയ ഡിസ്പ്ലേ, നല്ല പൊട്ടലുണ്ട്. ഡിസ്പ്ലേ എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ടഫ് ഉണ്ടാകും, കാരണം ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടി കിടക്കല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ഗാർഡിൻ്റെ ഈ സാധനം കൂടെ എടുക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ കഴിയും. പിന്നെ ബ്ലേഡ് ഉണ്ടെങ്കിൽ അത്രയും എളുപ്പം, കാരണം ഒരു കോർണർ ചെറുതായിട്ടൊന്ന് പൊന്തി കിട്ടിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ കഴിയും. നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ ഏകദേശം റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഡിസ്പ്ലേ നമ്മൾ ഫ്രെയിമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നോക്കാം, എത്രയോ പൊട്ടലുണ്ട്. ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം. ഇനി നമുക്ക് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം.
അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രെയിം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന ഡിസ്പ്ലേ ജസ്റ്റ് അതിലിട്ടിട്ട് എല്ലാം വർക്കിംഗ് ആണോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, കാരണം അത് ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്രത്തോളം ക്ലീൻ ആയിരിക്കുന്നു അത്രത്തോളം സാറായിട്ട് ഫിറ്റിങ് കിട്ടും. സോ ഫ്രെയിം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഡിസ്പ്ലേ ഒന്ന് ഓണാക്കി നോക്കാം. ചെറുതായിട്ടൊരു ബെൻഡ് ഉണ്ട്, ബോർഡ് നമ്മൾ ചെറുതായിട്ട് നീർത്തിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ബെൻഡും ഇനിയുണ്ട്, കാരണം വണ്ടിയുടെ അടിയിൽ പെട്ടതായതുകൊണ്ട് ഫ്രെയിം ആകുമ്പോൾ ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ മിഡിൽ ഫ്രെയിം എന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അത് അതിലൊരു എക്സ്ക്യൂസ് ഇല്ലാതെ ക്ലീൻ ചെയ്യണം, കാരണം അത് എത്രത്തോളം നന്നായിട്ട് ക്ലീൻ ആവുന്നു അത്ര സാറ് ഫിറ്റിങ് കിട്ടും. സോ നമ്മൾ ഡിസ്പ്ലേ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന ഡിസ്പ്ലേ MPN 500+ എന്നൊരു കമ്പനി ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ ഇപ്പോൾ ഏകദേശം ഓണായിട്ടുണ്ട്. ഇത് ഓണായതിന് ശേഷം നമുക്ക് ജസ്റ്റ് ടച്ചും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ നോക്കാം. ക്ലിയർ ആണെങ്കിൽ നമുക്ക് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് വീട്ടിൽ കാണുന്ന പോലെ ഡിസ്പ്ലേ മൊത്തം ഓണായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടച്ചൊക്കെ നന്നായിട്ട് വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഏകദേശം ഓണായതിന് ശേഷം ഞാൻ ലോക്ക് കസ്റ്റമറോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലോക്ക് ഓണായതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ചെക്ക് ചെയ്യാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡിസ്പ്ലേ തന്നെ മാറ്റേണ്ട അവസ്ഥയാവും. സോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ മൊത്തം ഓണായിട്ടുണ്ട്. ഇനി ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആണ്, എല്ലാം വർക്കിംഗ് ആണ്. സോ ഇനി നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ മൊത്തം ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യുക. ക്ലാരിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെയാണ്, വളരെ അത്യാവശ്യം ഫിറ്റിങ്ങും കൂടി കിട്ടും. സോ ഇനി നമുക്ക് മിഡിൽ ഫ്രെയിമും ബെൻഡുള്ളതുകൊണ്ടാണ് നമ്മൾ ഫ്രെയിമിലും ഡിസ്പ്ലേ രണ്ടിലും കൂടി നമ്മൾ ഗമ്മിട്ടത്. സോ എപ്പോൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിലും അടിഭാഗത്ത് വേണം ഡിസ്പ്ലേ ഫിറ്റിങ് തുടങ്ങാൻ. അടിഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് ഇരുന്നതിന് ശേഷം മാത്രം ഫിറ്റാവും. ഇതിൻ്റെ മിഡിൽ ഫ്രെയിം ബെൻഡുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. മിഡിൽ ഫ്രെയിമിലും പിന്നെ ഡിസ്പ്ലേയിലും രണ്ടിലും ഗമ്മിട്ടത്. സോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം രണ്ടും ഗമ്മിട്ടിട്ട് ഒരു 10 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് മിഡിൽ ഫ്രെയിമിൽ ഒട്ടി നിൽക്കും. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്താൽ മതി. സോ ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് ഈ ഫ്രെയിമിൽ മാത്രം ഡിസ്പ്ലേ ഇട്ടിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യം ഫിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റബ്ബറും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് മദർ ബോർഡും കാര്യങ്ങളും ഇട്ടിട്ട് മൊത്തം പാക്ക് ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ നല്ല കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കും. മറ്റേ ചെറുതായിട്ടൊരു ബെൻഡുള്ളതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പോരാനുള്ള സാധ്യത ഉണ്ടാവും. സോ നമ്മൾ മിഡിൽ ഫ്രെയിമിൽ ഡിസ്പ്ലേ മാത്രം ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം പാക്ക് ചെയ്യാൻ നോക്കാം. അതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ടും ഡിസ്പ്ലേ ഫിറ്റിംഗ് ആവും. സോ നമുക്കിനി ഫിറ്റ് ചെയ്യാം.
സോ ഫൈനലി നമ്മുടെ റെഡ്മി 9യുടെ ഡിസ്പ്ലേ ഫിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ കഴിയും. ഇനി നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ഒന്ന് ഓണാക്കി നോക്കി നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഫോൺ മൊത്തം ഓണായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റിയത്. സോ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ മോഡലുമായിട്ട് എത്താം. സോ ഏകദേശം നല്ലൊരു പോർട്ടൽ തന്നെ ഉണ്ടായിരുന്നു. മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ബെൻഡ് തന്നെ ആയിരുന്നു. എന്നിട്ടും നമ്മൾ മൊത്തം ശരിയാക്കിയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.